അൻവർ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ഞാൻ കാണുന്നത് ഞാൻ ഔസഫ് സാറിൻ്റെ പണ്ട് കീബോർഡും ബാഗൊക്കെ എടുത്ത് പോയി ഔസഫ് സാറിൻ്റെ അസോസിയേറ്റ് നിൽക്കുന്നു, ഞാൻ കീബോർഡ് വായിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ചെറിയ പയ്യൻ അവിടെ താഹ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, പറക്കും തെളിക്കുക എന്ന് പറഞ്ഞ പടത്തിൻ്റെ സമയത്ത്. അപ്പോൾ അവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ട്, വളരെ സ്മാർട്ടായിട്ടൊരു പയ്യൻ, അങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഒരു പയ്യനാണ് നമ്മുടെ അൻവർ റഷീദ്. അന്ന് ഞങ്ങളൊരു സ്റ്റുഡിയോയിൽ നിന്ന് 2 വാക്ക് സംസാരിച്ചാൽ എന്താണ് വിശേഷം, എവിടെയാണ് നാട് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊച്ചിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉസ്താദ് ഹോട്ടൽ നമ്മുടെ സിനിമ നമുക്ക് ഓർമ്മയില്ല, നമ്മളന്നവിടെ കണ്ടില്ലോ. ശരിയാണല്ലോ, നിങ്ങളവിടെ നിന്ന് കുഞ്ഞു പോയി നിങ്ങളല്ലേ? ശരി. അന്ന് ഞാനും വളരെ കുഞ്ഞാണ്, ഞങ്ങൾ 17 വയസ്സുള്ളൂ. അതിനുശേഷം ഇങ്ങനൊരു പടമുണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളെ വിശ്വസിച്ച് തരുന്നൊരു പ്രോജക്റ്റാണ്, ഇതൊന്ന് പൊലിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ടെക്നീഷ്യനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഡയറക്ടർ. ഞാനൊന്നും വിശ്വസിക്കുന്നു, ഒരു ടെക്നീഷ്യനെ വിശ്വസിക്കണം. അപ്പോൾ ആ ഒരു വിശ്വാസമാണ്, ആ ഒരു വിശ്വാസം എനിക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് തരുന്നത്. അത് തരുമ്പം അൻവറിൻ്റെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെന്നൈയിലൊരു സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് തരുന്നത്, രാജുമേൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്, പ്രവീണാണ് എഡിറ്റ് ചെയ്തത്. എൻ്റെ തരുമ്പോൾ ഭയനെ വിശ്വസിച്ച് അങ്ങ് തരുവാണ് തോന്നുന്നു. അതായത് ഇതാണ് എക്സ്പ്രഷൻ, ഭയനെ വിശ്വസിച്ച് ഞാൻ തരുവാണ് കേട്ടോ, ഇത് ഒന്ന് പൊലിപ്പിച്ച് തന്നേക്കണം എന്നുകൊണ്ട് വലിയ കാര്യമായിട്ട് ഞാനിത് കയ്യിലെടുത്ത്, ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഇരുന്ന സിനിമ കാണുന്ന സമയത്ത് ഫൈസി മധുരയിൽ നിന്ന് തിരിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു മൊമെൻറ്റിൽ ഈ റിയലൈസേഷൻ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അവിടെ ഒരു വോയിസ് ഓവർ ഉണ്ട് തിലകേന്ദ്രൻ്റെ. അപ്പോൾ അത് കേട്ട് ഞാൻ എൻ്റെ കണ്ണീന്ന് വെള്ളം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഹിറ്റാവില്ല എന്നൊന്നും അറിയില്ല, പക്ഷേ ഇതെന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഫീലിങ്സ് വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് അങ്ങനെ നേരെ പോകുന്ന സ്റ്റുഡിയോയിലോട്ടാണ്, പ്ലഗ് ചെയ്യുന്നു, ആ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നു, ഈ വിഷ്വൽസ് എല്ലാവരോട്ട് കോപ്പി ചെയ്യുന്നു, സെഷൻ ഓപ്പൺ ചെയ്യുന്നു, തുടങ്ങി പരിപാടി. അന്നങ്ങ് തുടങ്ങി, പറഞ്ഞ വാക്ക് കേട്ടങ്ങ് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയ തുടക്കം ഒരു 17 ദിവസം എല്ലാ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് ഞാൻ പിന്നെ ഒരു ജേണി ഭയങ്കര രസമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്ന സമയം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ലൈഫിൽ ഇന്നും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു സെഷനായിരുന്നു ഉസ്താദ് ഹോട്ടൽ. അതിലൊരുപാട് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഫേസി പിസയും പൊറോട്ടയും കൂടി മിക്സ് ചെയ്തിട്ട്, അപ്പം പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ, അപ്പോൾ അതിന് ചെണ്ട ഉപയോഗിക്കാം, മറ്റേത് സ്പാനിഷ് മ്യൂസിക് ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിപ്പോൾ റീലിലൊക്കെ ഒരുപാട് ഹിറ്റായി വരുന്നുണ്ട്. മരുഭൂമിയിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുള്ള തെലുങ്കിൻ്റെ ഡയലോഗിൽ അത് ഒരു സാരെങ്കിൽ വായിപ്പിച്ചു. സരോജ മാമാണ് വായിച്ചിരിക്കുന്നത്, ചെന്നൈയിലുള്ള. അത് അവരത് വായിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പീസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിന് ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വായിച്ച് ആ പീസാണ് പിന്നീട് എൻ ടൈറ്റിലോട്ടൊരു പാട്ടാക്കി ഞാൻ മാറ്റിയത്. അവിടെ മരുഭൂമിയിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ വൈസി എന്ന് വായിക്കുന്നിടത്ത് ഈ മ്യൂസിക് എനിക്ക് ആദ്യം വന്നു. ആ മ്യൂസിക് ഈ മരുഭൂമിയിലുള്ള മഴ കണ്ടിട്ടുള്ള ആ മുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലും അതേ ട്യൂൺ തന്നെയാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ ഒരു മ്യൂസിക്കൽ സ്ക്രിപ്റ്റ് വൈസ് അതിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ആസ്വദിച്ച് ചെയ്തൊരു സിനിമയുള്ളൊരു സിനിമയാണ് ഉസ്താദ്. ശരിക്കും മ്യൂസിക് ഡയറക്ടർ തന്നെയായിരുന്നു അല്ലേ അതിനകത്ത്? അതെ, ഞാൻ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്, ചിലരെന്നെ ഡയറക്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് മാത്രം. അതേ ഉള്ളൂ കുഴപ്പമില്ല. കട്ടൻ ചായയുടെ സീന് കഴിഞ്ഞിട്ട് വരുന്നൊരു പാട്ടെന്ന് പറയുന്നത് വാതിലിൽ ആ വാതിൽ, ഹരിചരൻ്റെ വോയിസിൽ നമ്മൾ അവിടെ ആസ്വദിക്കുന്നത് റൊമാൻസ് ആണ്. അതും തിലകൻ ചേട്ടൻ്റെ ഒരു റൊമാൻസ് നമ്മൾ അങ്ങനെ ആസ്വദിച്ചിട്ടില്ല ഒരിക്കലും. പലതരത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ചെറുപ്പം കാണിക്കുന്നു. എന്നിട്ട് ഈ പാട്ട് ചേരുമ്പോഴല്ലോ നമ്മൾ പിന്നീട് ആവർത്തിച്ച് ഈ പാട്ട് കേൾക്കുമ്പോഴും ആ വിഷ്വലൈസേഷൻ കൂടെ നമ്മുടെ തലയ്ക്കകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ വോയിസ് തന്നെ അവിടെ ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് ആലോചിപ്പിക്കുന്നില്ലേ? അതാണ് അതിന്റെ മാജിക് എന്നാണ്. യൂഷ്വലി അന്നത്തെ കാലത്തുള്ളൊരു സിംഗേഴ്സിൻ്റെ ഒരു കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ഞാൻ കോഴിക്കോട് ഇരുന്നിട്ട് തന്നെ കമ്പോസ് ചെയ്യുന്നത്. കോഴിക്കോട് ആ ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പം റഫീക്കൊക്കെ ട്യൂൺ കൊടുക്കുന്നു, റഫീക്ക് എഴുതും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എനിക്ക് എനിക്ക് സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും എൻ്റെ സൗണ്ട് ഒരു യൂഷ്വൽ സൗണ്ട് ആയിരിക്കരുത്. എന്തെങ്കിലും എന്നെക്കൊണ്ട് പലതും പുതിയത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഒരു യൂഷ്വൽ ടോണിൽ അത് വരരുതെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഹരിചരൻ്റെ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം മലയാളം ശുദ്ധിയോടെ പാടുമെന്നൊന്നും അറിയില്ല, പ്രൊണൗൺസിയേഷനൊക്കെ പ്രശ്നമൊന്നും എനിക്കറിയില്ല.
പക്ഷെ ശരി എന്നൊരു ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ എൻ്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. ദാറ്റ് വാസ് എ മൂമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇപ്പോഴും പറയും അത് പെർഫെക്റ്റ് മലയാളമല്ല. അല്ല, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി ആയിട്ട് വന്നത്. എങ്കിൽ പറയുന്ന ഭാഷയെല്ലാം മനസ്സിലാവും. അതെ. പക്ഷെ അതിലെന്തോ ഒരു നോർത്തി ടിഞ്ച് കിടക്കുന്ന പോലെ തോന്നി. ഇപ്പോൾ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നിലെ പാതിയിൽ പാടാത്തൊരാ തേനൂറിടും ഡൂ ഡൂ ഇഷലായി എന്നാ പാടിയത്. മലയാളിയാണെങ്കിൽ ഊറിടും ഇഷലായി ഞാൻ എന്ന് പാടും. അപ്പോൾ ഊറിടും ഇഷലായി ഞാൻ ആ ഒരു മലയാളിയായിട്ട് ജനിച്ച ഒരാൾ ഒരുപാട് കാലം നോർത്തിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മലയാളം കേൾക്കാൻ പറ്റും. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഉപ്പുപ്പ ഇവിടെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഉപ്പൂപ്പൻ്റെ ടിഞ്ചിലൊരു പാട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ശൈലി ഇരിക്കട്ടെ, അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു വോയിസിലോട്ട് എത്താനുള്ള കാര്യം. ചെഞ്ചുണ്ടിൽ 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 ചേരും എന്നുള്ളത് വോയിസസ് കുറച്ച് കളക്റ്റീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫീല് വീണ്ടും നമ്മൾ ആ കോറസിന്റെ സുഖം ഇല്ലേ, അത് നല്ല സൗണ്ടിങ്ങും കൂടെ ആണെങ്കിലും അത് ഞാനും ബാലുവും കോറസ് പാടിക്കണേ. ബാലു എന്നുള്ള എഞ്ചിനീയർ ഉണ്ട്, പാട്ടും പാടും. ഞാനും ബാലും കൂടെ ചെഞ്ചുണ്ടിൽ പാടിയിരിക്കുന്നത്. പിന്നെ ഹരിചരണം ഒരു ലെയർ പാടിയിട്ടുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി അന്ന് ഇത് വിവാദമായിട്ടുണ്ടെങ്കിലും പിന്നീട് ഇത് ഭയങ്കര ഹിറ്റായി വന്നു. ഈ പാട്ടുകൾ ഒക്കെ വേറൊരു ജോണർ നിൽക്കുമ്പോൾ അതൊരു അടിച്ചുപൊളി പാട്ടായിട്ട് അങ്ങ് കയറി പോവാണ് ഉണ്ടായത്. ഒരുപക്ഷെ റഫീഖ് അഹമ്മദ് സാറിനെ കിട്ടിയത് ആ കാലഘട്ടത്തിലെ ഗോപിസുന്ദറിന്റെ ഒരു ഭാഗ്യമല്ലേ? അയ്യോ, റഫീഖിനെ കിട്ടിയത് എന്തൊക്കെ പറഞ്ഞാലും അത് എൻ്റെ ഭാഗ്യമൊന്നുമില്ല, എന്നെ പോലുള്ള ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ ഭാഗ്യമാണ്. മ്യൂസീഷ്യൻസിൻ്റെ മാത്രമല്ല, ഒരുപാട് കവിതകൾ ആസ്വദിക്കുന്നവരുടെ ഭാഗ്യമാണ്. ഓരോ കലാകാരനും ഓരോരോ കാലഘട്ടത്തിൻ്റെ ആസ്വാദകരുടെ ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെ എൻ്റെ മാത്രം ഭാഗ്യമല്ല, അതൊരു കാലഘട്ടത്തിൻ്റെ ഭാഗ്യമാണ്. അപ്പങ്ങളും പാടുന്ന പാട്ട് റഫീഖ എഴുതുമ്പോൾ ട്യൂൺ ഇല്ല. അപ്പങ്ങളും പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി എത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കി കഞ്ഞി വെച്ച് ഞാൻ പറഞ്ഞു റഫീഖ എന്തെങ്കിലുമൊക്കെ എഴുതി തരാൻ പറഞ്ഞു. ശരിക്കും വട്ടായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന പാട്ടാണ്. ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും എനിക്ക് വട്ട് തന്നെയാണ് ആ സമയത്ത്. ശരിക്കും കമ്പോസിഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വട്ട് ഉണ്ടാവും നമുക്ക് ഓട്ടോമാറ്റിക്കലി. നമ്മളതുപോലെ അറിയാം, കലാകാരൻ്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്ന ഒരു സമയത്ത് ഞാൻ റഫീഖയോട് തോന്നുന്നു. റഫീഖ ഇപ്പോൾ നാട്ടിലാണ്, ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി തന്നു. അപ്പങ്ങളെമ്പാടുന്ന ഒരു പഴയൊരു പാട്ടാണിത് ആക്ച്വലി. അപ്പങ്ങളെമ്പാടും ഞൊട്ടമായി എന്നുള്ളൊരു പാട്ടുണ്ട്. അപ്പോൾ അൻവർ എന്നോട് പറഞ്ഞത് ഇത് പക്ക ഒരു ട്രാൻസ് DJ മൂഡിൽ നമുക്കൊരു പാട്ടാക്കിയാലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ആക്കാം. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളും വ്യത്യസ്തമായിരുന്ന വെപ്പ് പണി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് എന്നാൽ പിന്നെ എങ്ങനെ പോട്ടെന്ന് അങ്ങനെ ഞാനൊരു ഷർട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് പുതിയൊരു ഷർട്ട് വാങ്ങിക്കാനായിട്ട് തുണിക്കട കയറി ഞാൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ ലിറിക്സ് എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പങ്ങളെമ്പാടും ഞാൻ അങ്ങനെ ഷർട്ട് പുതിയ ട്രൈ ചെയ്യുമ്പോൾ എന്നിട്ട് ഞാൻ ഇത് കൊള്ളാമല്ലോ എന്നുണ്ട്. അപ്പം തന്നെ ആ ഡ്രസ്സിംഗ് റൂമിൽ പാതി ഷർട്ടും വെച്ചിട്ട് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതോടെ ഇട്ടു. അടുത്ത ദിവസം പോയി റെക്കോർഡിങ് ചെയ്യും. പിന്നെ അതിൻ്റെ ചരണം വരുന്ന സ്ഥലത്ത് കഞ്ഞി വെച്ച് പുട്ടുകുത്തി ഒക്കെ റഫീഖ് വെറുതെ എഴുതി വിട്ടുന്ന ശകലങ്ങളാണ്. കഞ്ഞി വെച്ച് പുട്ടുകുത്തി, അമ്മായിക്ക് വട്ടായിപ്പോയി, അടിയടി കത്തി, ഇതൊക്കെ വെറുതെ ഇങ്ങനെ ശകലമായിട്ട് എഴുതി തന്നതാണ്. ഇതെല്ലാം കൂടി ഞാൻ എഡിറ്റ് ചെയ്തങ്ങ് ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് BGM വേണമെന്ന് തോന്നി. ഇപ്പൊക്കെ റോക്ക് ബാൻഡ് പ്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയലിൻ സെക്ഷൻ, ഒരു സോളോ വയലിൻ, അന്ന് യെല്ലോ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്. അവർ ഇങ്ങനെ സോളോ വയലിൻ വെച്ചിട്ട് ഒരുപാട് പരിപാടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, നമ്മുടെ കർണാട്ടിക് മ്യൂസിക് വെച്ചിട്ട് നമുക്ക് ഈ റോക്കിൽ ഉപയോഗിച്ച് ഒരു ബീജം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു BGM. സോ അതൊരു ഫൺ ആൻഡ് അപ്പം ഗണേഷ് ആണ് അത് വായിച്ചിരിക്കുന്നത്. എല്ലാം ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രൊഡക്ഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും എൻ്റെ കൂടെ വർക്കുന്ന എല്ലാം നല്ല ബെസ്റ്റ് ആർട്ടിസ്റ്റ്. അന്നും വലിയ ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിലും കയ്യിൽ നിന്ന് എടുത്തിട്ടായാലും ഏറ്റവും ബെസ്റ്റ് ആർട്ടിസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക.